എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ബത്സൈദ കുളക്കരയിൽ 38 വർഷമായി രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിക്ക് സാബത്ത് ദിനത്തിൽ യേശു രോഗശാന്തി നൽകുകയാണ്. ഇതറിഞ്ഞ യഹൂദ പ്രമാണിമാര്, നിയമജ്ഞര് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെതിരെ കുറ്റം ആരോപിക്കുകയാണ്. അവൻ ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരെ അവർ കുറ്റം ആരോപിക്കുകയാണ്. അവൻ സാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം ആരോപിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ അധികാരത്തെക്കുറിച്ച് യേശു പറഞ്ഞു വയ്ക്കുന്ന വചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ യേശു ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ഞാൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഹിതം എന്നിലൂടെ പൂർത്തിയാക്കുക മാത്രമാണ് താൻ ചെയ്യുന്നത്. ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി സുവിശേഷം നൽകുന്ന വലിയ ഒരു ചിന്തയുണ്ട്. യേശു നിനക്ക് ജീവൻ നൽകുന്നവനാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. എപ്പോഴാണ്? നമ്മൾക്ക് അസുഖം വരുമ്പോൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശാരീരികമായിട്ടുള്ള ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷേ സുവിശേഷത്തിൽ യേശു പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു ജീവനെക്കുറിച്ചാണ്. അത് ശാരീരിക ജീവനെക്കുറിച്ചുള്ളതല്ല, മറിച്ച് നിത്യജീവനെക്കുറിച്ചാണ് യേശു സുവിശേഷത്തിൽ എപ്പോഴും സംസാരിക്കുന്നത്. സമരിയക്കാരി സ്ത്രീയോട് യേശു പറയുന്നുണ്ട്: ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. യേശു തൻ്റെ പീഡാസകന വേളയിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: എൻ്റെ ലോകം ഐഹികമല്ല, അത് നിത്യമായിട്ടുള്ള മറ്റൊരു ലോകമുണ്ട് എന്ന് യേശു വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. ഒരുപക്ഷെ ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചേക്കാം. അപ്പോഴെല്ലാവർക്കും നിത്യജീവൻ ഇല്ലേ? എന്നാൽ ആർക്കൊക്കെയാണ് ഈ നിത്യജീവൻ ലഭിക്കുന്നത്? അഥവാ യേശുവിന് എന്നെ ഇഷ്ടമല്ല എങ്കിൽ എനിക്ക് നിത്യജീവൻ ലഭിക്കുകയില്ലേ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്ന് 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് സുവിശേഷം തരുന്നുണ്ട്. കാരണം ശാരീരിക ജീവൻ ഉള്ളതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും നിത്യജീവൻ യേശു പ്രദാനം ചെയ്യുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ നിത്യജീവനിലാണ് ജീവിക്കുന്നത്. ഇവരൊന്നും ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഇതിനൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് യാതൊരു ചിന്തയോ യാതൊരു പ്രൂഫോ ഇതുവരെയും ഈ ലോകത്തിന് നൽകപ്പെട്ടിട്ടില്ല. അപ്പോഴതുകൊണ്ട് ഈ നിത്യജീവൻ എന്നുള്ള കാര്യമൊക്കെ അതൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് ചില യുക്തിവാദികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ നിത്യജീവനിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നത്? കാരണം മരിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനോ പിതാവിൽ വിശ്വസിക്കുവാനോ ഒരിക്കലും കഴിയുകയില്ല. അതാർക്കാണ് കഴിയുന്നത്? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അതിൽ നിലനിൽക്കുവാനും പിതാവിൽ വിശ്വസിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്
സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തരും നിത്യജീവനിലാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് മരണശേഷം നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. യേശുക്രിസ്തുവിന്റെ വചനം ശ്രവിക്കുക, അവിടുത്തെ പിതാവിൽ വിശ്വസിക്കുക, ഇവ ചെയ്യുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. ക്രിസ്തുവിന്റെ ഹിതം എൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാകുമ്പോഴാണ് യേശുക്രിസ്തു പ്രദാനം ചെയ്യുന്ന നിത്യജീവനിലേക്ക് കടക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് നിത്യജീവൻ സ്വന്തമാക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത്? സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു, നീ വചനം പാലിക്കുക, പിതാവിൽ വിശ്വസിക്കുക. ഈ വചനം പാലിക്കുക എന്ന് പറയുമ്പോൾ വചനത്തിൽ ജീവിക്കുവാൻ നീ ശ്രമിക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. യോഹന്നാന്റെ സുവിശേഷം 29-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കുമായി ഉയർത്തെഴുന്നേൽക്കും എന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മരണശേഷം നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഉത്ഥാനമുണ്ട്. സുവിശേഷം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. പക്ഷെ അത് ഏതു തരത്തിലുള്ള ഒരു ഉത്ഥാനമാണ്? നന്മ ചെയ്തവർക്ക് നിത്യജീവനിലേക്കുള്ള ഒരു ഉത്ഥാനം, തിന്മ ചെയ്തവർക്ക് ശിക്ഷാവിധിക്കുള്ള ഒരു ഉത്ഥാനം. അങ്ങനെയെങ്കിൽ ഈ നിത്യജീവൻ എന്നുള്ളത് മരണശേഷം ചിന്തിക്കേണ്ട കാര്യമല്ല, ജീവിച്ചിരിക്കുമ്പോൾ നിത്യജീവനെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണത്. അതുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിത്യജീവനിലാണ് ജീവിക്കുന്നത്. സുവിശേഷം നൽകുന്ന ഈ ഒരു വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കുവാൻ മറന്ന, ചിന്തിക്കുവാൻ മറന്ന ഒരു കാര്യമാണത്, നിത്യജീവൻ. നിത്യജീവനെക്കുറിച്ച് എൻ്റെ മരണശേഷമല്ല ഞാൻ ചിന്തിക്കേണ്ടത്. എൻ്റെ മരണശേഷം എനിക്കൊരിക്കലും നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കുവാനോ നിത്യജീവൻ പ്രാപിക്കുവാനോ കഴിയുകയില്ല. മറിച്ച് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വചനം പാലിച്ചുകൊണ്ട് പിതാവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ യേശുക്രിസ്തു എനിക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് നിത്യജീവൻ എന്നുള്ള ഒരു ബോധത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ യേശുക്രിസ്തു പ്രദാനം ചെയ്യുന്ന നിത്യജീവൻ സ്വായത്തമാക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, അവൻ്റെ വചനത്തിന് മൂല്യം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.